നമുക്ക് കീ ചെയിനായിട്ടും അല്ലാതെ ജസ്റ്റ് എപ്ലിക്കായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ഭംഗിയുള്ളൊരു സൺഫ്ലവർ കീ ചെയിൻ ചെയ്യാനായിട്ടാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ബ്രൗൺ കളറിൽ യാൺ എടുത്തിട്ട് നമുക്കൊരു മാജിക് റിങ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് 4 പ്ലൈ കോട്ടൺ യാണാണ്, 100% കോട്ടൺ യാണാണ്. ഇനി നമുക്ക് ആ മാജിക് റിങ്ങിലേക്ക് 6 സിംഗിൾ ക്രോഷ്യാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റിച്ച് ഇട്ട് കഴിയുമ്പോൾ സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് സ്റ്റിച്ചിന് സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നമുക്കങ്ങനെ ടോട്ടൽ 6 സിംഗിൾ ക്രോഷ്യാണ് നമുക്ക് മാജിക് റിങ്ങിലേക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മളങ്ങനെ 6 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അയാണ്ട് ടെയിലൊന്ന് വലിച്ചിട്ട് നമുക്ക് ആ മാജിക് റിങ് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നമ്മുടെ സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ സെക്കൻഡ് റോയിൽ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഇനി അടുത്ത റോയിൽ നമ്മൾ ഓരോ സ്റ്റിച്ചിലും ഓരോ ഇൻക്രീസ് വീതമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റിച്ച് ഇടുകയാണ്. ആദ്യത്തെ സ്റ്റിച്ച് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആ ഇൻക്രീസ് കണ്ടിന്യൂ ചെയ്യുക. ഒരു സ്റ്റിച്ചും കൂടി, ഒരു സിംഗിൾ ക്രോഷ്യം കൂടി നമ്മൾ സെയിം സ്റ്റിച്ചിലിടണം. ഇനി അടുത്ത സ്റ്റിച്ച് മുതൽ നമ്മൾ ഓരോ ചെയിനിലും 2 സിംഗിൾ ക്രോഷ്യ വീതം, അതായത് ഇൻക്രീസ് നമ്മൾ ചെയ്യണം. ഇപ്പോൾ ടോട്ടൽ നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ 12 സ്റ്റിച്ചുകളാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഓരോന്നിലും 2 സിംഗിൾ ക്രോഷ്യ വീതം ഇടുക. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ റോ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാജിക് റിങ്ങിൻ്റെ ആ ടെയിലിൻ്റെ ഒന്ന് നന്നായിട്ട് വലിച്ച് നമ്മൾ ആ സർക്കിൾ നന്നായിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കണം. ആ ഹോൾ നന്നായിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് ഫസ്റ്റത്തെ സ്റ്റിച്ചിൽ നമ്മളൊരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. എന്നിട്ട് സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അടുത്ത സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസ് ചെയ്യുക, അതായത് 2 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ, അടുത്ത സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ. ഇതാണ് നമ്മൾ ആ റോ ഫുൾ റിപ്പീറ്റ് ചെയ്യേണ്ടത്. ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു ഇൻക്രീസ്, ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു ഇൻക്രീസ്. ആ രീതിയിൽ നമ്മൾ ആ റോ ഫുൾ കംപ്ലീറ്റ് ചെയ്യണം. ഇൻക്രീസ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും നോട്ട് ചെയ്യുക. ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സ്റ്റിച്ചിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ, അല്ലെങ്കിൽ ഏത് സ്റ്റിച്ചാണോ അത് 2 പ്രാവശ്യം ഒരേ ചെയിനിൽ, ഒരേ സ്റ്റിച്ചിൽ, ബേസ് സ്റ്റിച്ചിൽ തന്നെ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് എന്ന് പറയുന്നത്. അങ്ങനെ ആ റോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ 18 സ്റ്റിച്ചുകളാണ് വേണ്ടത്. ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക കറക്റ്റ് ആണോ എന്ന്. ഇനി നമ്മൾ 4th റോ സ്റ്റാർട്ട് ചെയ്യണം. 4th റോയിൽ ആദ്യത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ, രണ്ടാമത്തെ സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷ്യ, മൂന്നാമത്തെ സ്റ്റിച്ചിൽ നമ്മളൊരു ഇൻക്രീസ് ചെയ്യുക. ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സിംഗിൾ ക്രോഷ്യ. ഇതാണ് നമ്മൾ ആ റോ ഫുൾ റിപ്പീറ്റ് ചെയ്യാൻ പോണേ. ആദ്യത്തെ 2 സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷ്യ വീതവും, മൂന്നാമത്തെ സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യയും.
അതായത് 2 സിംഗിൾ ക്രോഷ്യ 1 ഇൻക്രീസ്, 2 സിംഗിൾ ക്രോഷ്യ 1 ഇൻക്രീസ്, ആ രീതിയിലായിരിക്കും നമ്മൾ ഈ റോ ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ റോ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ 24 സിംഗിൾ ക്രോഷ്യാണ് വേണ്ടത്. നമ്മൾ കുറച്ച് കൂടുതൽ നീളത്തിൽ യാൺ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് ഫാസ്റ്റൺ ഓഫ് ചെയ്യാം. ഫാസ്റ്റൺ ഓഫ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അടുത്ത സ്റ്റിച്ചിൽ ഒരു നോർമൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് നമുക്ക് ഫാസ്റ്റൺ ഓഫ് ചെയ്ത് കളയാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അടുത്ത ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് രണ്ടാമത്തെ സ്റ്റിച്ചിലേക്ക് ഈ കാണുന്നത് പോലെ ഒന്ന് ജസ്റ്റ് തുന്നി കൊടുക്കുക. ഒന്ന് സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ജസ്റ്റ് ആ സ്റ്റിച്ചുകളുടെ ഇടയിൽ കൂടെ ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കുക. കാരണം നമ്മൾ ബാക്കിൽ വേറെ ഒന്നും നമ്മൾ അറ്റാച്ച് ചെയ്യുന്നില്ല, അത് തന്നെയായിരിക്കും. അതൊന്ന് സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ചുകളുടെ ഇടയിലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് തുന്നി കൊടുത്തു കഴിഞ്ഞാൽ അത് സെക്യൂർ ആയിട്ട് ഇരുന്നോളും, പിന്നെ അത് വിട്ടുപോവില്ല. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പെറ്റൽസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് യെല്ലോ യാൺ എടുത്തിട്ട് നമ്മൾ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സെയിം സ്റ്റിച്ചിലേക്ക് ആദ്യം നമ്മൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. സെയിം സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇനി 2 ചെയിൻ ചെയ്യുക. ഇനി അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. സെയിം സ്റ്റിച്ചിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. അത് കഴിഞ്ഞ് സെയിം സ്റ്റിച്ചിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ചും ചെയ്യുക. ഇത്രയും ചെയ്ത് നമ്മൾ ഒരു പെറ്റൽ റെഡിയായി. പിന്നെ ഒരു ചെയിൻ 1 ചെയ്യുക. ചെയിൻ 1. ഇനി അടുത്ത സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ, ചെയിൻ 2. ഇനി അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ. ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയിൻ 1 ചെയ്യുക. ഇത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. അടുത്ത സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ, അങ്ങനെ നമ്മളത് റിപ്പീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ഇതിന് ചുറ്റും ചെയ്യുക. ടോട്ടൽ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ മൊത്തം 12 പെറ്റൽസ് ആണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഇത് അവസാനത്തെ സ്ലിപ്പ് സ്റ്റിച്ച് ആയിട്ട് അവസാനത്തെ പെറ്റലും ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ബാലൻസ് നിൽക്കുന്ന യാണൊന്ന് ജസ്റ്റ് ബാക്കിൽ നമ്മുടെ സ്റ്റിച്ചുകളുടെ ഇടയിൽ കൂടെ ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കുക. നമുക്ക് സെക്യൂർ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്.
എല്ലാ യാണും ബാലൻസ് ഉള്ളതെല്ലാം ഇതുപോലെ എല്ലാ സ്റ്റിച്ചുകളുടെ ഇടയിലും തുന്നി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൺഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കീ ചെയിൻ്റെ ഹാങ്ങിങ് വേണമെങ്കിൽ ആഡ് ചെയ്തിട്ട് കീ ചെയിനായിട്ട് യൂസ് ചെയ്യുമോ, അല്ലെങ്കിൽ ജസ്റ്റ് അപ്ലിക്കായിട്ട് യൂസ് ചെയ്യുമോ, എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എനിക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ ക്രോഷ്യറ്റോപീഡിയ എന്നുള്ള പേജ് നിങ്ങൾ ടാഗ് ചെയ്തിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എന്തായാലും എന്നെ കാണിച്ചു തരണം. എൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾക്കിത് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റും കൂടി ചെയ്യുക. എങ്ങനെയുണ്ടായിരുന്നു, പാറ്റേൺ ഈസി ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ഇതുപോലത്തെ കുറേ ട്യൂട്ടോറിയൽസ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് പിക്ക്